രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ ഓഫാണ്. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വീണ്ടും ഒരു കർക്കിടക മാസം സമാഗതമായിരിക്കുകയാണ്. എല്ലാ ഹിന്ദു ഭവനങ്ങളിലും രാമായണ ശീലുകൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാലാകാലങ്ങളായി രാമായണം പാരായണം ചെയ്യുന്നു. മാത്രമല്ല, രാമായണ പാരായണം ശ്രവിക്കുന്നു. രാമായണത്തിനെ ആസ്പദമാക്കിയുള്ള കലാസൃഷ്ടികളും സാഹിത്യ സൃഷ്ടികളും ആസ്വദിക്കുന്നു. എന്നിട്ടും നമുക്കൊരു വിരസത അനുഭവപ്പെടുന്നില്ല. ഓരോ കർക്കിടക മാസത്തിനെയും നമ്മൾ ആഹ്ലാദപൂർവം വരവേൽക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ഇത്? ഇതിന് പ്രധാന കാരണം എഴുത്തച്ഛൻ്റെ രാമായണത്തിൻ്റെ കാവ്യഭംഗിയാണ്. അനർക്കളമായി പ്രവഹിക്കുന്ന സങ്കീർത്തനങ്ങളാണ് ഓരോ ശ്ലോകവും. സകല സുഖ കുല വിമല തിലകിത കളേവരേ സാരസ്യ പീയൂഷ സാരസർവസ്വമേ കഥയ മമ കഥകളതി സാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരാ. ലളിത സുന്ദരമായ ഭാഷയിൽ ജീവിത തത്വങ്ങളും ആധ്യാത്മിക തത്വങ്ങളും പ്രതിപാദിച്ചിരിക്കുന്നു രാമായണത്തിൽ. വ്യാഖ്യാനം പോലും ആവശ്യമില്ലാത്ത മൊഴിമുത്തുകളാണ് രാമായണത്തിൽ ധാരാളമായി കാണുന്നത്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് നമ്മൾ മാത്രമാണ് ഉത്തരവാദി. നല്ല കർമ്മമായാലും പാപകർമ്മമായാലും അതിന് നമ്മൾ മാത്രമാണ് ഉത്തരവാദി. പിന്നെ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസും ഓർക്കനീ വന്യസന്തപ്ത ലോകസ്ഥാമു ബിന്ദുന സന്നിഭം മധ്യജന്മം ക്ഷണഭംഗുരം. ഇവിടെ എഴുത്തച്ഛൻ ജീവിതത്തിലെ നശ്വരതയെ എത്ര ഭംഗിയായിട്ട് മൊഴിമുത്തുകളിൽ കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഭൗതിക സുഖങ്ങളിൽ നമ്മൾക്കുള്ള ആർത്തിയെയും കളിയാക്കിക്കൊണ്ട് ഭഗവാൻ പറയുന്നു, ചക്ഷുശ്രവണ കളസ്തമാം ദർദുരം ഭക്ഷണത്തിൽ അപേക്ഷിക്കുന്നത് പോലെ കലാകില പരിക്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. പിന്നെ പ്രത്യുപകാരം മറക്കുന്ന മനുഷ്യൻ ചത്തതിലൊക്കെ ജീവിച്ചിരിക്കലും. ഇതിനൊന്നും വ്യാഖ്യാനം ആവശ്യമില്ല. ഇതൊക്കെ വായിക്കുന്നതോറും നമ്മുടെ ഉള്ളിൽ ഒരു സദ്ഗുണം സ്ഫുരിക്കുന്നു. കേൾക്കത്തില്ലേ? പിന്നെ കിംഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ല, കിങ്കളന്മാർക്ക് ധനവും ഉണ്ടായി വരാം. ഇങ്ങനെ ചെറിയ ചെറിയ മൊഴിമുത്തുകളിൽ കൂടി നമ്മളെ നല്ല ശീലങ്ങളിലേക്ക് ലയിക്കുകയാണ്, നല്ല ശീലങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. ആധ്യാത്മ തത്വങ്ങളാലും സമ്പന്നമാണ് രാമായണം. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശുഭവിക്കും എല്ലാവനും പഞ്ചാത്മക തത്വങ്ങളെ കൊണ്ട് സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി. ഇതൊരു ആധ്യാത്മിക തത്വമല്ലേ? പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ നമ്മുടെ ശരീരം പെട്ടെന്ന് തന്നെ പഞ്ചത്വം പ്രാപിക്കും. അതായത്
അഞ്ചായിട്ട് പിരിയും, വായുവും വെള്ളവും ഒക്കെ ആയിട്ട് മാറും. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ വരുന്നതാരാ? പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ട് സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി. അതായത് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും ഒക്കെ കൊണ്ട് നമ്മൾ ആർജിച്ചിരിക്കുന്ന പുണ്യവും പാപവും നമ്മുടെ കൂട്ടത്തിൽ മരിക്കുമ്പോഴും ഒരു ഭാരമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. അതാണ് എഴുത്ത്. അതായത് നമ്മളെ നിരന്തരമായിട്ട് സൽക്കർമ്മം ചെയ്യാൻ പ്രലോഭിപ്പിക്കുന്നതാണ് രാമായണം. അതുകൊണ്ടാണ് രാമായണത്തിന് നമുക്ക് വിരസത അനുഭവപ്പെടാത്തത്. പിന്നെ നമ്മൾ പാരായണം ചെയ്യുന്നത് ആധ്യാത്മ രാമായണമാണ്. എന്ന് പറഞ്ഞാൽ പരമാത്മാവായ ശ്രീരാമന്റെ കഥയാണ് ആധ്യാത്മ രാമായണം. അതായത് പരമാത്മാവായ രാമന്റെ കഥ. അപ്പൊ അവിടെ ഭക്തിരസത്തിനാണ് ഏറ്റവും പ്രധാനം. അപ്പൊ ഭക്തിയും കാവ്യഗുണവും ജീവിത തത്വങ്ങളും ആധ്യാത്മ തത്വങ്ങളും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്ന രാമായണ പാരായണം തന്നെ ഒരു മധുരോധരമായ അനുഭവമാണ്. അതൊരിക്കലും നമുക്ക് വിരസത അനുഭവപ്പെടുന്നില്ല. പിന്നെ നാരദ ഭക്തി സൂത്രത്തില് വള്ളത്തോൾ മഹാകവി വള്ളത്തോൾ ഇതിനെ കുറിച്ച് വളരെ ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാവ്യം സുഖേയം കഥ രാഘവീയം, പാടുന്നതോ ചൊല്ലുന്നതോ ഭക്തിമയ സ്വരത്തിൽ, അനന്തലത്തിക്കിനി എന്തു വേണം. ഇതാണ് ശരിക്കും രാമായണത്തിന്റെ മധുരിമയ്ക്ക് കാരണം. നാരദ ഭക്തി സൂത്രത്തില് നാരദൻ പറയുന്നു, സാധു അസ്മിൻ പ്രേമരൂപ. അതായത് ഭഗവാനിൽ ഉള്ള അദമ്യമായ പ്രേമമാണ് ഭക്തി. അങ്ങനെ നോക്കുമ്പോൾ രാമായണത്തിലെ ഓരോ കഥാപാത്രവും ഭക്തരാണ്. ലക്ഷ്മണൻ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് 14 വർഷം സീതയെയും രാമനെയും സംരക്ഷിക്കുന്നുണ്ട്. ഇത് ശ്രീരാമനോടുള്ള അദമ്യ പ്രേമമല്ലേ, ഭക്തനല്ലേ. പിന്നെ ഭരതനാവട്ടെ സ്വർണത്തളികയിൽ വെച്ച് നീട്ടിയ ചെങ്കോലും കിരീടവും വേണ്ടെന്ന് വെച്ച് ഭഗവാന്റെ പാദുകം നന്ദിഗ്രാമിൽ കൊണ്ടുവന്ന് സകല രാജകീയ സുഖങ്ങളും വേണ്ട എന്ന് വെച്ച് ത്യജിച്ച് അദ്ദേഹം രാജഭരണം നടത്തുവാണ്. ഒരു കർമ്മയോഗി. തേന തെക്തേന ഭുഞ്ചീത എന്ന ഉപനിഷത് വാക്യം അന്വർത്ഥമാക്കുന്നതാണ് ഭരതന്റെ ഭക്തി. പിന്നെ ജടായുവിന്റെ ഭക്തിയാവട്ടെ ആത്മസമർപ്പണത്തിന്റെ ഭക്തിയാ. ബലവാനായ രാവണൻ 64 കലകളും അഭ്യസിച്ച രാവണൻ, കൈലാസമെടുത്ത് അമ്മാനമാടിയ രാവണൻ, ആ രാവണനെ ഒരിക്കലും പൊരുതി ജയിക്കാനാവില്ലെന്ന് ജടായുവിന് വ്യക്തമായിട്ട് അറിയാം. എങ്കിലും തന്റെ ശ്രീരാമന് വേണ്ടി ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടു പോകുമ്പോൾ അദ്ദേഹം ജടായു രാവണനോട് പൊരുതുകയാണ്. അണ്ണാരക്കണ്ണലും തന്നാലാവുന്നത് എന്ന പഴഞ്ചൊല്ല് നമ്മളിവിടെ ഓർത്തു പോകും. എന്നിട്ട് രാവണന് ചന്ദ്രഹാസം എടുക്കേണ്ടി വന്നു ജടായുവിനെ മൃതപ്രായനാക്കി വീഴ്ത്താൻ. അതാണ് ജടായുവിന്റെ ഭക്തി. ഹനുമാന്റെ ഭക്തിയോ ആസോസ്മ്യകം കൗസലേന്ദ്രസ്യ എന്നാണ് ഹനുമാൻ പറയുന്നത്. അതായത് ഏത് പ്രവൃത്തിയും ഹാസ്യപ്രവൃത്തിയും ചിന്തിക്കാതെ ഒരു ദാസനെ പോലെ ശ്രീരാമനെ സേവിക്കാൻ എപ്പോഴും സന്നദ്ധനാണ് ഹനുമാൻ. അതാണ് ഹനുമാന്റെ ഭക്തി. പക്ഷെ എനിക്കിവിടെ വിസ്തരിക്കാനുള്ളത്, എനിക്ക് തന്നിരിക്കുന്ന വിഷയം ശബരിയുടെ ഭക്തിയാണ്. പരമോന്നത ഭക്തിയുടെ മാതൃകയായി എന്ത് സ്മരിക്കപ്പെടുന്നവളാണ് ശബരി. ആരാണ് ഈ ശബരി? രാജ്ഞിയല്ല, ഋഷിപത്നിയല്ല, പണ്ഡിതയും അല്ല.
പിന്നെ ആദിവാസിയായ കാട്ടാള സ്ത്രീയാണ് ശബരി. പക്ഷെ പൂർവ്വസ്മരണ കൊണ്ട് അവൾ വളരെ ചെറുപ്പത്തിൽ തന്നെ മതംഗാശ്രമത്തിൽ എത്തുകയും ഋഷിമാരുടെ സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. പൂർവജന്മ സ്മരണ എന്ന് പറഞ്ഞാൽ പൂർവജന്മത്തിൽ ശബരി ചിത്രപർവൻ എന്ന രാജാവിന്റെ പുത്രി മാലിനിയായിരുന്നു. അവളെ വീതിഗോത്രൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ, എപ്പോഴും ഈശ്വര ചിന്തയിൽ മുഴുകിയിരുന്ന ബ്രാഹ്മണൻ വിവാഹം ചെയ്തു. മാലിനി ഒരു കാട്ടാളനുമായി പ്രേമബദ്ധയായി. ഇതറിഞ്ഞ വീതിഗോത്രൻ അവളെ കാട്ടാള സ്ത്രീയായി പോകട്ടെ എന്ന് ശപിക്കുകയാണ്. അങ്ങനെ ഈ ജന്മത്തിൽ ശബരി ഒരു കാട്ടാള കുടുംബത്തിൽ ജനിച്ചു, ആദിവാസി കുടുംബത്തിൽ ജനിച്ചു. പക്ഷെ പൂർവ്വജന്മ സ്മരണ കൊണ്ട് ഇന്ദ്രിയ നിഗ്രഹമൊക്കെ ചെയ്ത് ഋഷിമാരുടെ ആശ്രമത്തിലെത്തി അവരെ സേവിക്കുകയാണ്. അത് സേവിച്ചത് ആദ്യം അർദ്ധരാത്രിക്ക് ആശ്രമമെല്ലാം വൃത്തിയാക്കി വെള്ളമൊക്കെ കൊണ്ടുവന്ന്. എന്തുകൊണ്ടെന്നാൽ അവൾക്ക് ഭയമായിരുന്നു അവളുടെ സാന്നിധ്യം ആശ്രമത്തെ അശുദ്ധമാക്കുമോ എന്ന്. പക്ഷെ വിശാല ഹൃദയനായ മതംഗ ഋഷി ഇത് മനസ്സിലാക്കി അവളെ ആശ്രമത്തിൽ തന്നെ താമസിച്ചുകൊണ്ട് അവരുടെ അവരെ ശുശ്രൂഷിക്കാൻ ഉള്ള അനുമതി കൊടുത്തു. ഇവൾ വളരെ നിഷ്ഠയോടെ മുനിമാരെ എല്ലാം സേവിച്ചു. കൂട്ടത്തിൽ മതംഗ മഹർഷിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് യാഗവും പൂജയും ഹോമവും ധ്യാനവും എല്ലാം പഠിച്ചു. ഉത്തമയായ ഭക്തയായി മാറി. ഈ മതംഗ മഹർഷി ഇഹലോകവാസം വെടിഞ്ഞ് ബ്രഹ്മപദം സ്വീകരിക്കുന്ന സമയത്ത് അവൾക്കൊരു വാക്ക് കൊടുത്തു. എന്താ വാക്ക് കൊടുത്തത്? നീ ത്രേതായുഗത്തിലല്ല, ചിത്രകൂടത്തിൽ ശ്രീരാമന് ലക്ഷ്മണന് എത്തിയിട്ടുണ്ട്. താമസിയാതെ ഇവിടെ വന്ന് നിനക്ക് ദർശനമേകും, നിന്നോട് സീതാവൃത്താന്തമെല്ലാം ചോദിക്കും. അത് കേട്ടപ്പോൾ അവൾ കോരിത്തരിച്ചു. അത് പിന്നെ അവളുടെ ജീവശ്വാസമായി. എല്ലാ ദിവസവും പുത്തൻ പ്രതീക്ഷയോടെ അവൾ ഉണർന്നു. ഒരു പുതിയ ഒരു വിശിഷ്ടാതിഥിയെ സ്വീകരിക്കാൻ അവൾ എല്ലാം ആശ്രമം ഒരുക്കി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ശ്രീരാമൻ എത്തിയില്ല. പക്ഷെ അവൾ പ്രതീക്ഷ കൈവിട്ടില്ല. കാരണം ഗുരുവാക്യം ഒരിക്കലും അസത്യമാകത്തില്ല. ഈ പ്രതീക്ഷയിൽ അവൾ ആശ്രമവും പരിസരവും വൃത്തിയാക്കി ഫലമൂലാദികൾ കൊണ്ടുവന്ന് അവൾ എല്ലാ ദിവസവും സന്നദ്ധയായിരുന്നു. ഇവിടെ ശ്രീരാമനും ലക്ഷ്മണനും രാവണന്റെ സീതാപഹരണത്തിന് ശേഷം കാട്ടിൽ കൂടി ദുഃഖാകുലരായി നടക്കുകയാണ്. ആദ്യം ആശ്രമത്തിൽ നിന്ന് വലിയ ദൂരെ അല്ലാതെ ജടായു മൃതപ്രായനായി കിടക്കുന്ന കണ്ടു. ജടായു ഇവരോട് രാവണൻ എന്ന രാക്ഷസനാണ് സീതയെ കട്ടോണ്ട് പോയത് എന്ന ആദ്യത്തെ സൂചന കൊടുക്കുന്നു. ജടായു എന്ന പക്ഷിശ്രേഷ്ഠനാണ് സീതയെ കുറിച്ചുള്ള ആദ്യത്തെ ക്ലൂ കൊടുക്കുന്നത്. വീണ്ടും ഇവർ നടന്നു. സീതയെ കിട്ടിയില്ല, രാവണൻ കൊണ്ടുപോയെന്ന് മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവ മുന്നോട്ട് നടക്കുമ്പോൾ അടുത്തത് കാണുന്നത് കബന്ധൽ എന്ന ഒരു വികൃത രൂപിയായ രാക്ഷസനെയാണ്. അവൻ തന്റെ ദീർഘമായ കരങ്ങൾ കൊണ്ട് ഇവരെ ആക്രമിക്കുകയാണ്, ശ്രീരാമനെയും ലക്ഷ്മണനെയും. പക്ഷേ ശ്രീരാമൻ അനായാസേന കബന്ധനെ വധിച്ചു. ഈ കബന്ധൽ ആരാണ്? അഷ്ടാവക്ര മുനിയുടെ ശാപത്താൽ തിലു എന്ന ഗന്ധർവൻ കബന്ധനായി മാറിയതാണ്.
അങ്ങനെ കബന്ധല് മോക്ഷം കിട്ടി. കബന്ധത്തിലെ ഒരു ശ്രീരാമസ്തുതിയൊക്കെ ഉണ്ട് രാമായണത്തിൽ. ശേഷം പറയുകയാണ്, നിങ്ങൾ കുറച്ചുകൂടെ തെക്കോട്ട് പോയിക്കൊള്ളൂ, പമ്പാസരസിന്റെ അവിടെ മതംഗ വനമുണ്ട്. ആ മതംഗോദ്യാനത്തിൽ ശബരി എന്നൊരു താപസി അങ്ങയെ മാത്രം ധ്യാനിച്ചുകൊണ്ട് അങ്ങയെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ അങ്ങയെ ആ ശബരി സീതയുടെ വൃത്താന്തമെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും എന്ന് പറയുന്നു. നോക്കിയേ, കാട്ടിലെ രാക്ഷസന് പോലും ശബരിയെ കുറിച്ച് അറിയാം. ശബരിയുടെ തപസ്സിനെയും ഭക്തിയെയും കുറിച്ച് രാക്ഷസന് പോലും അറിയാം. ഇവർ വീണ്ടും മുന്നോട്ട് നടന്നു. പമ്പാസരസ് നോക്കി നടക്കുകയാണ്. അവിടെ മതംഗോദ്യാനം കണ്ടു. അത്ഭുതപ്പെട്ടു പോയി അവര്. സ്വർഗത്തിലെ നന്ദലവനത്തിന് പോലും കിടപിടിക്കുന്ന മതകാശ്രമം. വാൽമീകി രാമായണത്തില് വാൽമീകി പറയുന്നത് മതകാശ്രമത്തിലെ പൂക്കളൊന്നും വാടി കൊഴിയാറില്ല, ഫലങ്ങളൊന്നും ചീഞ്ഞു പോകാറില്ല. കാരണം ഈ വൃക്ഷങ്ങൾക്കും ഈ താപസന്മാരുടെ ഭക്തിയും ധ്യാനവും മന്ത്രവും ഒക്കെ കൊണ്ട് ബോധമുണ്ടായിട്ടുണ്ടാവാം. നമ്മളെ ഭഗവത്ഗീതയെ കുറിച്ചൊരു കീർത്തനത്തിൽ പറയും, ഗീത പഠിക്കുന്ന വീട്ടിലെല്ലാം ശ്രീദേവി വന്നു വിളങ്ങി കാണാം, ഗീതാപാഠം ചൊല്ലി കേട്ടു വന്നാൽ ബോധമുണ്ടായിടും വൃക്ഷങ്ങൾക്കും. അപ്പൊ അതുപോലെ ഈ ഋഷിമാരുടെ മന്ത്രധ്വനി കൊണ്ട് ഈ വൃക്ഷങ്ങൾക്കൊക്കെ ബോധമുണ്ടായതായിരിക്കാം. അതുകൊണ്ടാണ് പൂക്കൾ പാടുകയോ കൊഴുകയോ ചെയ്യാത്തത്. അപ്പൊ മതകാശ്രമത്തിലെത്തി. ശബരി നോക്കിയിരിക്കുകയല്ലായിരുന്നോ? ശബരിക്ക് ഇതൊരു അത്ഭുതമായി പോയി. ആനന്ദ കണ്ണീർ പൊഴിച്ചു. ആനന്ദ കണ്ണീരോടെ അവൾ ശ്രീരാമന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. പാദ്യം, അർഘ്യം, ആസനം ഇവയൊക്കെ കൊടുത്ത് പൂജിച്ചു. ശേഷം ശ്രീരാമന്റെ കാൽ കഴുകിച്ച വെള്ളം കൊണ്ട് സ്വന്തം ശിരസിൽ ഒഴിച്ച് അഭിഷേകം ചെയ്യുക. അവൾക്കൊരു സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നിമിഷങ്ങളാണവ. അവളുടെ പ്രതീക്ഷ നിറവേറ്റപ്പെട്ടു. ശ്രീരാമനും ലക്ഷ്മണനും മുന്നിൽ നിൽക്കുകയാണ്. അവൾക്കൊരു സംശയം. അവൾ അത് കഴിഞ്ഞ് ഭോജ്യം കൊടുത്തു. രാജകീയ ഭോജനമല്ല ശ്രീരാമന് കൊടുത്തത്, മറിച്ച് അവൾ കടിച്ചു നോക്കി മധുരമുണ്ടോ എന്ന് നോക്കിയ പഴമാണ് ശ്രീരാമന് അർപ്പിക്കുന്നത്. ശ്രീരാമൻ സന്തോഷപൂർവം അത് സ്വീകരിച്ചു. കാരണം അവിടെ ഹൃദയത്തിന്റെ ഭക്തി മധുരമായിരുന്നു ശ്രീരാമൻ സ്വീകരിച്ചത്. അത് കഴിഞ്ഞ് ശബരിക്ക് ഒരു സംശയം വരികയാണ്. എന്റെ ഗുരുഭൂതന്മാർ വർഷങ്ങളോളം ഇവിടെ ജപവും ധ്യാനവും ഒക്കെ ചെയ്തിരുന്നു. അവർക്ക് അങ്ങയുടെ ദർശനം എന്ന സൗഭാഗ്യം കിട്ടിയില്ലല്ലോ. അജ്ഞാനിയായ, ജ്ഞാനമില്ലാത്ത ഹീലജാതിയിൽപ്പെട്ട മൂഢയായ ഞാൻ ഇതിന് അധികാരിണി അല്ലല്ലോ എന്നാണ് ശബരിയുടെ സംശയം. അപ്പൊ ശ്രീരാമൻ പറയുന്നു, ജന്മ, ജാതിയോ മതമോ വിദ്യാഭ്യാസമോ സമ്പത്തോ ഒന്നുമല്ല, അചഞ്ചലമായ ഭക്തിയും വിശ്വാസവുമാണ് ഭഗവാനിലേക്കുള്ള ഈശ്വര സാക്ഷാത്കാരത്തിന് ഏറ്റവും പ്രധാനം. എന്നിട്ട് ശ്രീരാമൻ 9 വിധ ഭക്തിയെ കുറിച്ച് ശബരിയോട് പറയുന്നു. ശബരി ഇതെല്ലാം പഠിച്ച് പ്രവീണയായിട്ടുള്ള ആളാണ്. എങ്കിൽ പോലും നമുക്ക് വേണ്ടിയാണ് ശ്രീരാമൻ ഈ 9 വിധം ഭക്തിയെ കുറിച്ച് പറയുന്നത്. ആദ്യത്തേത് സജ്ജല സംസർഗം. ഭക്തിക്കുള്ള ആദ്യത്തെ സാധനം എന്താണ്? സജ്ജല സംസർഗം. ഇത് തന്നെയല്ലേ സ്വാമിയാർ മഠത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തേത് ഭഗവാന്റെ കഥാലാപനം, ശ്രീരാമ കഥകളെ ആലപിക്കുക. മൂന്നാമത്തേത് ശ്രീരാമന്റെ ഗുണങ്ങളെ വർണ്ണിക്കുക, അതായത് കീർത്തിക്കുക, കീർത്തനം ചൊല്ലുക. നാലാമത്
ഭഗവാന്റെ സ്വരൂപികളായ ആചാര്യന്മാരെ ആദരിക്കുക. അഞ്ചാമത്തത് ഭഗവാന്റെ വാക്യങ്ങളെ വ്യാഖ്യാനിക്കുക. ആറാമത്തത് രാമമന്ത്രം ജപിക്കുക. പിന്നെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട്, യമനിയമാദികൾ അനുസരിച്ച് ഭഗവാനെ പൂജിക്കുക. യമം എന്ന് പറഞ്ഞാൽ സത്യം, ക്ഷമ, അഹിംസ, ഇതൊക്കെയാണ് യമം. അപ്പം നമുക്ക് ഭക്തി ഉണ്ടായാൽ മാത്രം പോരാ, നല്ലൊരു ചിത്തം, നല്ലൊരു ഹൃദയം കൂടി ഉണ്ടാവണം. അഹിംസ, സത്യം, കരുണ എന്നിവയെല്ലാം നമ്മൾ ആർജിച്ചെടുത്തോണ്ട് വേണം ഭക്തിയിലോട്ട് പ്രവേശിക്കാൻ. പിന്നെ നിയമം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്ദ്രിയ നിഗ്രഹമാണ്. രാവണൻ വലിയ ഭക്തനായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന് എന്തില്ലായിരുന്നു? ഇന്ദ്രിയ നിഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അധപതനം വന്നത്. അപ്പോൾ നമ്മൾ ഇന്ദ്രിയ നിഗ്രഹം ഉള്ളവരായിരിക്കണം. പിന്നെ എല്ലാത്തിലും ഈശ്വരനെ കാണണം. ശ്രീരാമനാണ് പരമമായ ഭഗവാൻ എന്ന്, ആ പരമാത്മാവ് എന്ന് വിശ്വസിച്ചുകൊണ്ട് സർവചരാചരങ്ങളിലും ഈശ്വരനെ കാണുക എന്നാണ് മനുഷ്യനായ നമ്മളുടെ കർത്തവ്യം. പിന്നെ ഒമ്പതാമത് ഭഗവാന്റെ തത്വം അറിയുക. ഭക്തി കൊടുത്താൽ ഭഗവാന്റെ തത്വം അറിഞ്ഞുകൊള്ളും, തത്വജ്ഞനായി മാറും. തത്വജ്ഞനായി മാറിയാലോ മുക്തി സംഭവിക്കും, മുക്തി താനേ വരും. ഭക്തി, തത്വം, മുക്തി, ഇതാണ് ഓർഡർ. അപ്പൊ ഇങ്ങനെയെല്ലാം ശബരിക്ക് പറഞ്ഞു കൊടുത്തു. ശേഷം ലൗകിക ഭാവത്തിൽ ശ്രീരാമൻ ശബരിയോട് ചോദിക്കുകയാണ്, സീതാവൃത്താന്തം പറഞ്ഞു തരുമോ? എവിടാണ് സീത? അപ്പോൾ ശബരി പറയുന്നു, സർവജ്ഞനായ അങ്ങയോട് ഞാനിത് പറയേണ്ട ആവശ്യമില്ല, പക്ഷേ ലൗകിക ഭാവത്തിൽ അങ്ങ് ചോദിച്ചത് കൊണ്ട് പറയാം. സീത, ശബരി ജ്ഞാനദൃഷ്ടിയുള്ളവളായിരുന്നു. അവൾക്ക് ജ്ഞാനദൃഷ്ടി ലഭിച്ചത് കൊണ്ട് അവൾ സീത ലങ്കയിൽ രാവണന്റെ കൊട്ടാരത്തിൽ ഇരിക്കുന്നത് അറിയുന്നു. രാവണന്റെ കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ ദുഃഖത്തോടെ ഇരിക്കുന്നത് അറിയുന്നു. അപ്പൊ ശ്രീരാമനോട് പറയുകയാണ്, സീത രാവണന്റെ കൊട്ടാരത്തിൽ ദുഃഖിതയായി അങ്ങയെ മാത്രം ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ പമ്പാസരസിന്റെ കിഴക്ക് വശത്ത് ഋഷ്യമുഖാചലമുണ്ട്. അവിടെ ബാലിയെ പേടിച്ച് സുഗ്രീവനും 4 ആമാത്യന്മാരെ കഴിയുന്നുണ്ട്. ആ സുഗ്രീവനുമായി സഖ്യം ചെയ്താൽ അങ്ങേക്ക് സീതയെ വീണ്ടെടുക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയും പറഞ്ഞു കൊടുത്തിട്ട് ശബരി അഗ്നിപ്രവേശം ശ്രീരാമന്റെ അനുജ്ഞയോടെ അഗ്നിപ്രവേശം ചെയ്യുകയാണ്. അങ്ങനെ ശബരി എന്ന സാധാരണ സ്ത്രീക്ക് ഭഗവാന്റെ ദർശനം സാധ്യമായി, മോക്ഷവും കിട്ടി. ശബരി ഒരു സാധാരണ ആദിവാസി സ്ത്രീ അല്ല, മറിച്ച് ഭക്തിയുടെ സർവകലാശാലയാണ്. അതായത് ജന്മമോ സമ്പത്തോ ജാതിയോ വിദ്യാഭ്യാസമോ ഒന്നും ഈശ്വര സാക്ഷാത്കാരത്തിന് തടസ്സമാകുന്നില്ല. ഇതാണ് ആദ്യത്തെ പോയിന്റ് ശബരി നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്, ഗുരുവചനത്തിൽ നമ്മൾ എല്ലായ്പ്പോഴും വിശ്വസിക്കാം. ഇതാണ് ഇന്നത്തെ സമൂഹത്തിൽ ഇല്ലാത്തൊരു കാര്യം. ഗുരുവിനെയും ഗുരുവചനങ്ങളെയും എപ്പോഴും ശിരസാവഹിക്കുക. ശബരിയെ പോലെ ഓരോ കുടുംബവും ഓരോ കുടുംബത്തിലും ക്ഷമാശീലം ഉണ്ടായിരിക്കുകയും ഓരോ ശിഷ്യനും
ശബരിയെ പോലെ കുരുവാക്കിൽ വിശ്വസിക്കുകയും ചെയ്താൽ നമ്മുടെ സമൂഹം സുന്ദരമായൊരു സ്വർഗമായി മാറുമെന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു സമൂഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എൻ്റെ ശബ്ദത്തിൽ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് കേട്ടോ ഇല്ലയോ എന്ന് എനിക്ക് വ്യക്തമല്ല. ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്ന സ്വാമിയാർ മഠത്തിലും എൻ്റെ ഗുരുബോധനായ വിശ്വനാഥ് സാറിനും എൻ്റെ പാദ നമസ്കാരം. കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു.